ഹലോ ഓൾ. അപ്പം നമ്മൾ അക്കോസ്റ്റിക്സിൽ റിവർബറേഷൻ ടൈം, ചാബൈൻസ് ഫോമിൽ ഇത്രയും നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് ആൻഡ് ദെയർ റെമഡീസ്. ഓക്കെ, എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് അക്കോസ്റ്റിക്സ് ഓഫ് എ ബിൽഡിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു റിവർബറേഷൻ ടൈം എന്ന് പറഞ്ഞിട്ട് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ലേ. സോ ഫസ്റ്റ് ഫാക്ടർ എന്താണ്? റിവർബറേഷൻ ടൈമാണ്. സോ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഡിസൈഡിങ് ദ അക്കോസ്റ്റിക് ക്വാളിറ്റി ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിൻ്റെ അക്കോസ്റ്റിക് ക്വാളിറ്റിയെ നിർണ്ണയിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണെന്ന് പറയുന്നത് റിവർബറേഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞതാണ് റിവർബറേഷൻ ടൈം എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു റിവർബറേഷൻ ടൈം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണെങ്കിൽ സൗണ്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് റാപ്പിഡായിട്ട് അവിടെ നിന്ന് വാനിഷ് ആവും. അതുപോലെ തന്നെ ആ ഒരു ഹോളി ഡെഡ് സൈലൻസ് ആയിരിക്കും. റിവർബറേഷൻ ടൈം കൂടുതലാണെങ്കിൽ അതിനർത്ഥം അവിടെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് നടക്കുന്നുണ്ടെന്നാണ്. സോ സൗണ്ട് വേവ്സ് എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി കേൾക്കുന്ന നമ്മുടെ സൗണ്ടിന് ക്ലാരിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ റിവർബറേഷൻ ടൈം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം, ഓരോ അക്കോസ്റ്റിക് ഹോളിനും ഒരു ഒപ്റ്റിമം വാല്യൂ വേണം. ആൻഡ് ദിസ് ടൈം എന്ന് പറയുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ബൈ യൂസിങ് എന്താണ് നെസസറി സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽസ്. റിവർബറേഷൻ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞാൽ 0.163 V/A. V എന്ന് പറഞ്ഞ വോളിയം, A എന്ന് പറഞ്ഞ ടോട്ടൽ എനർജി അബ്സോർബ്ഡ്. ഇനി ഇതിനുള്ള റെമഡി എന്ത് ചെയ്യണം? റിവർബറേഷൻ ടൈം ക്യാൻ ബി കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ബൈ പ്രൊവൈഡിങ് പ്രോപ്പർ വിൻഡോസ് ആൻഡ് വെന്റിലേറ്റേഴ്സ്, by covering walls, ceiling with sound absorbing materials, by covering floor with carpets, by using thick curtains, by furnishing with upholstered seats. ഇനി എക്കോസ്. ഓക്കെ, എക്കോ എന്ന് പറയുന്ന അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എക്കോ ഈസ് ഡ്യൂ ടു റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആയിട്ട് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്. ഓക്കെ, ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിൽ തട്ടി സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ഈ എക്കോയ്ക്ക് കാരണം. ഓക്കെ, അപ്പോൾ എക്കോ എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വെൻ ദ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ഡയറക്റ്റ് ആൻഡ് റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ് ഈസ് അബൌട്ട് 1/5 ഓഫ് എ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡയറക്റ്റ് സൗണ്ടും റിഫ്ലക്റ്റഡ് സൗണ്ടും എന്ന് പറയുന്നത് എന്താണ്, ഒരു ടൈം ഇൻ്റർവെല്ലിൽ വരുവാണ് അറ്റ് എബൌട്ട് 1/5 ഓഫ് എ സെക്കൻഡ്. ഓക്കെ, ഒരു സെക്കൻഡ് 1/5 ആ ഒരു ടൈം കൊണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരുവാണെങ്കിൽ ആണ് അവിടെ എക്കോ സംഭവിക്കുന്നത്. ഓക്കെ, ലോങ് ഹോൾസ് പ്രൊഡ്യൂസ് എന്ത് ചെയ്യും, എക്കോ. ആൻഡ് ആൾമോസ്റ്റ് ഓൾ റീംസ് പ്രൊഡ്യൂസ് റിവർബറേഷൻ. ഓക്കെ, സോ ഇതിനുള്ള എക്കോയ്ക്കുള്ള റെമഡി എന്ന് പറയുന്നത് നമ്മളെ ഡിസ്റ്റൻറ്റ് വാളിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, കവർ ചെയ്യാം. വാള്, സീലിംഗ് ഇതൊക്കെ നമുക്ക് കവർ ചെയ്യാം വിത്ത് സൗണ്ട് അബ്സോർബ് മെറ്റീരിയൽ. അല്ലെങ്കിൽ നമുക്ക് തിക്ക് കർട്ടൻസ് വിത്ത് ഫോൾഡിങ് നമുക്ക് കൊടുക്കാം. ഇനി ഫോക്കസിങ് ഏരിയാസ്. ചില സ്ഥലങ്ങളിൽ തട്ടി എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്യും അല്ലേ. സോ ഇഫ് ദർ ആർ എനി ഫോക്കസിങ് സർഫസസ് സച്ച് എസ് കോൺകേവ് സർഫസ്, ഒരു കോൺകേവ് സർഫസോ സ്ഫെറിക്കൽ സർഫസോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ദ സൗണ്ട് എനർജി വിൽ ബി ഫോക്കസ്ഡ് ഓൺ സെർട്ടൺ റീജിയൻ അല്ലേ. അപ്പം ഇതെന്ന് പറയുന്നത് എന്ത് ചെയ്യും, മറ്റ് അതായത് ഇപ്പോൾ ഈ ഒരു ഫ്രണ്ടിലിരിക്കുന്ന ഭാഗം മാത്രം എന്ത് ചെയ്യും, നന്നായിട്ട് കേൾക്കായിരിക്കും. ബാക്കിലിരിക്കുന്നവർക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, there should not be any curved surface in the hall. ഓക്കെ, അപ്പോൾ അതിനൊരു റെമഡി എന്ന് പറയുന്നത് കർവ്ഡ് സർഫസ് ആ ഹോളിൽ ഉണ്ടാവാൻ പാടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിന് നമ്മൾ എന്തെങ്കിലും സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽ കൊണ്ട് കവർ ചെയ്യുക. പിന്നെ സീലിംഗ് എന്ന് പറയുന്നത് ലെസ് ഹൈറ്റിലായിരിക്കണം. പാരാബോളിക് സർഫസ് എന്ന് പറയുന്നത് സ്പീക്കറിൻ്റെയൊക്കെ എന്താണ് arranged with the speaker at its focus. This send out a uniform sound in the entire hall. ഇനി അടുത്ത വരുന്നത് സഫിഷ്യൻറ്റ് ലൗഡ്നെസ്. എന്തൊക്കെയാണ് സഫിഷ്യൻറ്റ് ലൗഡ്നെസ് എന്ന് പറഞ്ഞാൽ? ഫോർ സാറ്റിസ്ഫാക്ടറി ഹിയറിംഗ് സഫിഷ്യൻറ്റ് ലൗഡ്നെസ് ത്രൂ ഔട്ട് ദ ഹോൾ ഇസ് നെസസറി. ഓക്കെ, സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഹിയർ ചെയ്യുന്നതിന് എന്താണ് സഫിഷ്യൻറ്റ് ലൗഡ്നെസ് നമുക്ക് എന്താണ് നെസസറി ആണ്. സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ലൗഡ് സ്പീക്കേഴ്സിനെ നമുക്ക് പ്രോപ്പർ പൊസിഷനിൽ ഹോളിൽ വെക്കാം. അല്ലെങ്കിൽ സീലിംഗ് നമുക്ക് ലോ ആയിട്ട് കെപ്റ്റ് ചെയ്യാം. സൗണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സൗണ്ട് എന്ന് പറഞ്ഞ് സീലിംഗ് തട്ടി ഓഡിയൻസിലെത്തുന്ന ആ ഒരു ഇത് നമുക്ക് ഇത് ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബൈ കീപ്പിംഗ് ലാർജ് പോളിഷ്ഡ് ബോർഡ്സ് ബിഹൈൻഡ് ദ സ്പീക്കേഴ്സ് ആൻഡ് ഫേസിങ് ദ ഓഡിയൻസ്. ദെൻ റെസൊണൻസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാവിറ്റീസ്, ഹോൾസ്, എയർ പോക്കറ്റ്സ് ഇതൊക്കെ വാളിൽ സീലിങ്ങിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യും, വിൽ കണ്ടെയ്ൻ എയർ കോളംസ്. അതിലെന്ത് ഉണ്ടാവും, എയർ കോളംസ് ഉണ്ടാവും. അപ്പോൾ ഈ എയർ കോളംസ് എന്ന് പറയുന്നത് എന്താണ് സൗണ്ട് വന്ന് തട്ടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, വൈബ്രേറ്റ് ആവും. ഡ്യൂ ടു റെസൊണൻസ് സൗണ്ട് എന്ന് പറയുന്നത് അവിടെ നിന്ന് പ്രൊഡ്യൂസ് ആവും. സോ ഇൻ സം കേസസ് സെക്ഷൻ ഓഫ് വുഡൻ പോർഷൻസ്, അതുപോലെ വിൻഡോ പെയിൻസ് എക്സെട്ര വിൽ വൈബ്രേറ്റ് ആൻഡ് പ്രൊഡ്യൂസ് സൗണ്ട് വേവ്സ്. ആൻഡ് ദിസ് വിൽ ഓൾസോ പ്രൊഡ്യൂസ് റെസൊണൻസ്. അപ്പോൾ ഇതെന്ത് ചെയ്യും, റെസൊണൻസിന് കാരണമാവും. അപ്പോൾ ഇതെന്ന് പറയുന്നത് സംടൈംസ് ക്രിയേറ്റഡ് സൗണ്ട്സ് വിൽ ഇൻ്റർഫിയർ വിത്ത് ഒറിജിനൽ സൗണ്ട്. അപ്പോൾ അതിനുള്ള റെമഡി എന്ന് പറയുന്നത് ക്യാവിറ്റീസ്, എയർ പോക്കറ്റ്സ്, ഹോൾസ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യണം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കവർ ചെയ്യുക, സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽ കൊണ്ട് കവർ ചെയ്യുക. അതിന് വിൻഡോ പെയിൻസിനെയൊക്കെ പ്രോപ്പർലി ഫിക്സ് ചെയ്യണം. ആൻഡ് ഡാമ്പിങ് ദ റെസൊണന്റ് വൈബ്രേഷൻ ബൈ സ്യൂട്ടബിൾ മെത്തേഡ്സ്.
ഇനി എക്കലോൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ റെഗുലർ സ്പേസിംഗ് ഓർ റിഫ്ലക്റ്റിംഗ് സർഫേസസ് ഓർ സ്റ്റെപ്സ് വിത്ത് ഈക്വൽ വിഡ്ത്ത് മേ പ്രൊഡ്യൂസ് അഡീഷണൽ മ്യൂസിക്കൽ നോട്ട്സ് ഡ്യൂ ടു റെഗുലർ റെപ്പറ്റീഷൻ ഓഫ് എക്കോസ്. ദിസ് ഈസ് കോൾഡ് എക്കലോൺ എഫക്റ്റ്. ഓക്കെ, എക്കലോൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിഫ്ലക്റ്റിംഗ് സർഫേസും സ്റ്റെപ്സും ഒക്കെ നമ്മൾ ഒരു അറേഞ്ച് ചെയ്തിരിക്കുന്ന വേണ്ടിയിട്ട് അഡീഷണൽ മ്യൂസിക്കൽ നോട്ട്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് എക്കലോൺ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് നമുക്ക് ഒറിജിനൽ സൗണ്ടിനെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നിക്കാം. ഇതിനുള്ള റെമഡി എന്ന് പറയുന്നത് സ്റ്റെപ്പും പില്ലറും ഒക്കെ അൺഈക്വൽ വിഡ്ത്തിൽ നമ്മൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ കവറിങ് ഈക്വലി സ്പേസ്ഡ് സ്റ്റെപ്സ് വിത്ത് സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽ. അപ്പം അടുത്ത് വരുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നോയ്സ് ആണ്. നോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അൺവാണ്ടഡ് സൗണ്ടിൻ്റെ ഹോളാണ് നോയ്സ് എന്ന് പറയുന്നത്. നോയ്സിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. എയർബോൺ നോയ്സ്, സ്ട്രക്ചർബോൺ നോയ്സ്, ഇൻസൈഡ് നോയ്സ്. നോയ്സ് ഫ്രം ഔട്ട്സൈഡ് ദ ഹോൾ ത്രൂ വിൻഡോ, ഡോറ്, വെന്റിലേറ്റർ എക്സെട്രാ ആയിക്കോട്ട് എയർബോൺ. ഓക്കെ, ഔട്ട്സൈഡ് ആയിട്ടുള്ള നോയ്സ്. ഓക്കെ, അതിന് നമുക്ക് എക്സാമ്പിൾ വെഹിക്കിൾ എന്ന് പറയുന്നത് പുറത്തുകൂടി വെഹിക്കിൾ ഓടിക്കുന്നത് എന്താണ്, നോയ്സാണ്. അതേപോലെ സ്ട്രക്ചർബോൺ നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇതിനകത്ത് തന്നെ സൗണ്ട് വരുന്നതിൻ്റെ ഫലമായിട്ട് സ്ട്രക്ചറിനകത്ത് വൈബ്രേഷൻസ്, അതായത് എന്തെങ്കിലും ഡ്രില്ലിങ്ങോ ഹെവി മെഷീൻസിൻ്റെയൊക്കെ വർക്കിംഗ് ഒക്കെ കാരണം ഉണ്ടാകുന്നത് സ്ട്രക്ചർബോൺ നോയ്സ്. ഇൻസൈഡ് നോയ്സ് ആണെങ്കിൽ നോയ്സ് പ്രൊഡ്യൂസ് ഇൻസൈഡ് ദ ഹോൾ ഈസ് കോൾഡ് ഇൻസൈഡ് നോയ്സ്. ഓക്കെ, അതായത് ഫാൻ, എൻജിനൊക്കെ കാരണം ഉണ്ടാകുന്നതാണ് ഇൻസൈഡ് നോയ്സ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം? ഫ്ലോറിൽ നമ്മൾ കാർപ്പറ്റും മാറ്റൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. താങ്ക് യു.